വ്യൂവേഴ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു BB ടോക്കിലേക്ക് വെൽക്കം. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ റോക്കി ബായ് നമ്മുടെ ഈ ഒരു ഷോയിൽ നിന്നും ഔട്ടായത്. അപ്പൊ അതിനെ സംബന്ധിച്ച് കുറെ കോൺട്രവേഴ്സികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് റോക്കിയെ നമ്മൾ പുറത്താക്കിയിട്ടില്ല, അല്ല ബിഗ് ബോസ് നമ്മളല്ല, ബിഗ് ബോസ് പുറത്താക്കിയിട്ടില്ല എന്നും അതേപോലെ തന്നെ സിജോ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്കി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്നും റിയാക്ട് ചെയ്യാത്ത വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ഷമി, എന്നിട്ട് എന്താക്കാം. ഇവിടെ ഒരാള് ഭയങ്കര ചിരിയാണ് ഗൈസ് എന്റെ വർത്താനം കേട്ടിട്ട്. ഇനി മാത്രം എന്താണ് ഞാൻ പറയുന്നത്, ഒന്നും പറയുന്നില്ല. അയ്യോ, അപ്പോ കുറേ കോൺട്രവേഴ്സികൾ കേട്ടിട്ട് ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ഷമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ തനിയെ മാറും എന്നുള്ളവരത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വീഡിയോ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റോക്കി എന്തായാലും പുറത്തെത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ പുറത്തെത്തിയിട്ട്, കുറച്ച് ദിവസമായി എത്തിയിട്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു കരഞ്ഞ് മെഴുകുന്ന ഒരു വീഡിയോ ആണ് ഗായ്സ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. ഹായ് ഡിയർ ഓൾ. കാര്യം ഞാനിപ്പോ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളിന്റെ ആക്ഷന്റെ വിപരീതമായിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഒരു പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു പെർസെന്റേജ് പോലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. കാര്യം ഞാൻ അവിടെ എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പാണ്, എൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ചു. അപ്പം ഞാൻ അങ്ങനെ വന്നിട്ട് ഞാൻ 100 ദിവസത്തെ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ ഇത്രയും ഡെഡിക്കേഷനായിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഓരോ സെക്കൻഡും നിങ്ങൾക്കത് ആ ഷോ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു രീതിയിൽ പോലും ഞാൻ ആ ഷോയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റന്റിന് പിന്നെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലോ ഒന്നും ഞാൻ ആക്ഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിലപാട് ഗൈസ്. അപ്പം ഇയാള് പറയുന്നത് ഇയാളെ എടുത്ത് ഷോനെതിരെയായിട്ട് ഒരു രീതിയിലും ആള് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നും അതുപോലെ തന്നെ അവിടുത്തെ കണ്ടസ്റ്റന്റുകൾക്കൊന്നും ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ആള് ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ 24/7 അതേപോലെ തന്നെ BB അതായത് ബിഗ് ബോസിന്റെ എല്ലാ സീസണും കാണുന്ന ആൾക്കാരാണ്. ഇയാൾ അവിടെ കാട്ടിക്കൂട്ടിയതും പ്രവോക്കായതും അതുപോലെ തന്നെ മറ്റേ ബിഗ് ബോസിന്റെ സാധനം അടിച്ചു പൊട്ടിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇയാൾ ലൈവിൽ വന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയൊക്കെ പറയും. ആരാ ഗായ്സ് ഇതൊക്കെ വിശ്വസിക്കുക? ഇയാൾ എന്ത് ഈ പറയുന്നേ? ഇയാൾക്ക് ഇപ്പോഴും പറയുന്നേ. പിന്നെ പറഞ്ഞാ 100 ദിവസം നിൽക്കാനുള്ള ഡ്രസ്സുമായിട്ട് അയാൾ വന്നേന്ന്. 100 ദിവസം നിൽക്കണോ വേണ്ടോന്ന് അയാളല്ലല്ലോ തീരുമാനിക്കുന്നത്, ജനങ്ങളല്ലേ ഗൈസ്. വായ തുറന്നാ പൊട്ടത്തരേ പറയുള്ളൂ. അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നിലപാടുകൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഉള്ളവരൊന്നും പിന്നെ ബുദ്ധിയില്ലാത്ത ആൾക്കാരോ എന്നിലും കുറഞ്ഞ ആൾക്കാരോ ഒന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ ഉള്ളവർ അതിബുദ്ധിമാൻ. അവിടെ ഉള്ള ആൾക്കാർ ബുദ്ധിമാന്മാരായതുകൊണ്ടാണല്ലോ ഇയാള് പുറത്തായത്. പിന്നെ ഇയാള് പുറത്താവാൻ കാരണമായിട്ടുള്ള സിജോ എന്ന് പറയുന്ന ആളും ഇയാളെ ചൊല്ലി ഇപ്പം എന്തായിട്ടുണ്ട്, പുറത്താവല്ല, ആൾക്ക് ഒരു സർജറി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് അടിച്ച് തെറിപ്പിച്ചിട്ടാണ് വന്നത്. എന്നിട്ടാണ് വന്ന് ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ബുദ്ധിമാന്മാരും അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ബുദ്ധി, കുബുദ്ധി, ശീക്രബുദ്ധി, കുടില ബുദ്ധി, അതുപോലെ ചടുല ബുദ്ധി, ചാണക്യ ബുദ്ധി, അതുപോലെ തന്നെ കുബുദ്ധി, മന്ദബുദ്ധി, പിൻബുദ്ധി, പെൺബുദ്ധി, മുൻബുദ്ധി, എല്ലാ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരോടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണം അല്ലെ. അപ്പൊ ഞാനൊരു ബുദ്ധിയില്ലാത്ത ഒരാളൊന്നുമല്ല, അത്യാവശ്യം എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ധാരണ. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ മാത്രം ധാരണയാണ്, ബാക്കി ആർക്കും ആ ധാരണയില്ല. കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇയാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജാസ്മിന്റെയും അതേപോലെ തന്നെ ഗബ്രീന്റെയും ഹേറ്റേഴ്സ് ആണ് ഇയാൾക്ക് ഉള്ള സപ്പോർട്ട്.
വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല ഗൈസ്. അത് നിങ്ങൾക്ക് ബാക്കി കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ആരെ കൂടെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം സിജു അപ്പോഴും അവിടുത്തെ പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, ഞാൻ അവിടുത്തെ ഒരു നോർമൽ ഒരു പ്രജ മാത്രമായിരുന്നു. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താൽ പോലും അദ്ദേഹമാണ് അത് പരിഹരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്ത് അതൊരു പ്രോബ്ലത്തിലോട്ടായി. ഒരിക്കലും ഞാൻ പിന്നെ ആ ഒരു സംഭവത്തിന് ന്യായീകരിച്ച് പറയുന്നല്ല. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്കും മനസ്സിലായല്ലോ അല്ലേ അയാള് ന്യായീകരിച്ച് പറയല്ലാന്ന്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇയാള് ന്യായീകരിക്കുന്നേ ഇല്ല. ആക്സിഡന്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. കാര്യം എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ അത് ആക്സിഡന്റിലോട്ട് ചെന്ന് പറ്റിയത് അത് എന്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല. എനിക്ക് അതാണ് നിങ്ങളുടെ പറയാനുള്ളത്. അത് ഞാൻ ഒരിക്കലും കരുതി കൂട്ടി അത് അവന്റെ മാത്രം മിസ്റ്റേക്ക് ആണ് ഗൈസ്. കാരണം ഈ ഒരു ഷോ എന്ന് പറയുന്നത് പ്രവോക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു ഷോ ആണ്. അത് അറിഞ്ഞുകൊണ്ടല്ലേ ഈ 6 വർഷത്തെ കാത്തിരിപ്പും കൊണ്ട് 100 ദിവസത്തെ ഡ്രസ്സും പാക്ക് ചെയ്ത് അയാള് പോയത്. എന്നിട്ട് ഇതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ചുകൂടി പോകും. ചെയ്തല്ല, നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. റോക്കി നിങ്ങൾക്ക് ഒരു പെർസെന്റേജ് എങ്കിലും നിങ്ങൾക്ക് അവിടെ ആ ഒരു ഷോയില് 1% നിങ്ങൾ വിശ്വസിച്ചല്ലോ അല്ലേ? വിശ്വസിക്കണേ. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട്. 1% എങ്കിലും ഈ ഷോയ്ക്ക് ഞാൻ നീതി പുലർത്തിയിട്ട് ഉണ്ട്. അല്ലെങ്കിൽ നല്ലൊരു നീതിയാണ് അയാൾ പുലർത്തിയത്. കാരണം ബിഗ് ബോസിന്റെ സാധനം അടിച്ചു പൊട്ടിച്ചിട്ടും അവിടെയുള്ള കണ്ടസ്റ്റന്റുകളെ മൊത്തത്തിൽ വെറുപ്പിച്ചിട്ടൊക്കെ ആ ഒരു ടീം, അതായത് ഇയാള് നിന്നിട്ടുള്ള ആ ഒരു ടീമിലെ ആൾക്കാർക്ക് മാത്രമാണ് ഇയാളെ ഇഷ്ടമുള്ളത്. ബാക്കി എല്ലാ കണ്ടസ്റ്റന്റിനോടും വളരെയധികം എന്താ പറയാ ക്രൂക്കഡായ രീതിയിലാണ് ഇയാളെ സംസാരവും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഷോ കണ്ട ആൾക്കാരാണല്ലോ അല്ലേ, കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബാക്കിയാണ്. 100% ഞാൻ ഈ ഷോയ്ക്ക് നീതി പുലർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഷോയിലോട്ട് പോയിട്ട് കാര്യമില്ല. എനിക്കിപ്പം ഞാൻ നോർമലി എവിക്ഷൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വോട്ട് ചോദിക്കും. ഞാനിപ്പം ഇതും എൻ്റെ ഒരു എവിക്ഷൻ പോലെയാണ്. ഞാൻ ആ ഷോയിൽ നിന്നേ എവിക്റ്റഡായി. സോ എനിക്കത് അവിടെ തിരിച്ചു പോകണം. അവിടെ എനിക്ക് ചെയ്യാൻ വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ എനിക്ക് നീ ഒരുപാട് ചെയ്യാത്തതാണ് നല്ലത്. നീ ഒരുപാട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനൊന്നും അവിടെ നിൽക്കേണ്ട വരില്ല. നീ അധികം ചെയ്യാത്തതാണ് നല്ലത്. ഇപ്പൊ ചെയ്ത ഒരാൾ പോയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കണ്ടല്ലോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള അതിയായ വിശ്വാസം എനിക്ക് നെഞ്ചിലുണ്ട്. പിന്നെ എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട് ഡെന്നില്, എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാ. അത് ഋഷി, അതുപോലെ അർജുൻ, അതുപോലെ അൻസിബ, സിംബറാണി, അതുപോലെ പൂതക്കണ്ണനെയും രാജാക്കണ്ണനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു പോകും. എന്നിൽ എന്തൊക്കെയോ എങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായി. ഇനി ഇവനെ നമ്മൾ അനുവദിച്ചാ വരെ അവരെ അവിടെ കയറ്റൂല. അങ്ങനത്തെ ഇവൻ ഇവിടെ കരഞ്ഞ് മെഴുകാണ് പിന്നെ അങ്ങോട്ട് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട്. ബാക്കി കാര്യം, ഞാൻ മനുഷ്യനാണ്. ഞാൻ നിങ്ങളെ പോലെ പച്ചയായ ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് എന്നിലുണ്ടായ ഒരു തെറ്റ് നിങ്ങൾക്ക് ക്ഷമിച്ചു തരാൻ. ആ പച്ചയായ മനുഷ്യന്റെ മനുഷ്യത്വം അവിടെ ഒരാളിൽ കണ്ടല്ലോ അല്ലേ? അത്ര ചിന്തിച്ചാ മതി ഗൈസ്. ഇയാള് ആളെ എന്തായാലും പോവാണ്. എന്നാ പോന്ന പോക്കിൽ ഇരിക്കട്ടെ ഒന്നെന്ന് വിചാരിച്ച് എന്നെ കൊടുത്താണ്. കാരണം ചെറിയൊരു അടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും, അതായത് ആ സിജോന്റെ അടി കൊണ്ട സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ലേനു. അത് കഴിഞ്ഞപ്പം പിറ്റേന്നായപ്പോഴത്തേക്കിനും അവന്റെ മുഖം ആകെ വീങ്ങി കളറൊക്കെ മാറി വന്നു. അപ്പൊ എന്ത് ഇടിയാണ് ഇയാൾ ഇടിച്ചതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് പിന്നെ ഇയാളെ നമ്മൾ എന്താക്കണം, അങ്ങോട്ടേക്ക് കയറ്റി അയക്കണം. ഇപ്പൊ അയക്കാം പറ്റൂലേ? റോക്കി തെറ്റ് പറ്റിയെങ്കിൽ എന്റെ കൂടെ ഉള്ളവർ എന്റെ ക്ഷമിച്ചു തരാൻ പറ്റുമല്ലേ? പറ്റുമോ? നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാല് ഞാൻ അതിനോട്ട് പോകും. റോക്കി ആയിട്ട് തന്നെ. ഓക്കെ. കാര്യം വെച്ച് കഴിഞ്ഞാല് എനിക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരാ എന്റെ അടുത്തൊന്ന് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാള്
ഇത്ര കേട്ടാ മതി ഗൈസ്, ബാക്കി കേൾക്കണമെന്നില്ല. ഇയാള് സംഭവം അതിനുള്ളിൽ റോക്കി ആയിട്ടും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അസി ആയിട്ടുമാണ്. ഇയാൾക്ക് 2 ക്യാരക്ടറാണ്. അസി കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ആള്. റോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടി കുത്ത് ഇടി ബാക്കിയെല്ലാം. ഇതാണ് ഇയാളുടെ മെയിൻ കാര്യം, മെയിൻ തിങ് അതാണ്. എന്നിട്ട് ഇയാളിപ്പം റോക്കി ആയിട്ടാണ് അസി ആയിട്ടാണ് സംസാരിക്കുന്നത്. അസീന്റെ സ്വഭാവം നിങ്ങൾ കണ്ടല്ലോ, റോക്കിന്റെ സ്വഭാവം ഇവിടെ നിന്ന് കണ്ടല്ലോ. ഇനി ഇയാൾ എന്തായാലും ബിഗ് ബോസിലേക്ക് പോവണ്ട എന്നാണ് എന്റെ തീരുമാനം. നിങ്ങളുടെ തീരുമാനം കമന്റ് ചെയ്യുക. അപ്പം ചെയ്യു ഭയങ്കര ഒച്ചപ്പാടാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കൈ കൊണ്ട് എന്റെ സംസാരം എന്ന് പറഞ്ഞാൽ ഈ കൈകൾ കൊണ്ട് സംസാരിക്കും ഞാൻ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവൻ അവിടെ കിടന്ന് ഭയങ്കര സംസാരമാണ്. ഇനിയിപ്പോൾ ഏതായാലും മോനെ പോയി ഉറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.